VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ മുണ്ടൂരിൽ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തങ്കമണിയുടെ മരണം കൊലപാതകം. സ്വർണ്ണാഭരണം കവരുന്നതിനിടെയാണ് കൃത്യം നടന്നത്. തങ്കമണിയുടെ മകൾ സന്ധ്യ, കാമുകൻ നിതിൻ എന്നിവരെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകന് പണത്തിനായി സ്വർണ്ണമാല കവരാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയാണെന്ന് മരണകാരണമെന്ന് പ്രതികൾ സമ്മതിച്ചു. മുള്ളൂർക്കര വാഴക്കോട് കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ 18 വയസ്സുകാരൻ മുങ്ങിമരിച്ചു. കുറുപ്പൻതൊടിയിൽ ഫഹദാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു ദാരുണ സംഭവം. കുളത്തിൽ നീന്തുന്നതിനിടെ കാൽ കുഴഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. മുങ്ങിത്താഴുന്നത് കണ്ട് നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഫഹദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ചുങ്കത്തിന് സമീപം വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രാജേഷ് മരിച്ചു. രാജേഷ് സഞ്ചരിച്ച ബൈക്കിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള കടങ്ങോട് പഞ്ചായത്തിൽ 3ാം തുടർ ഭരണത്തിനായി LDF ശക്തമായി രംഗത്ത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ കോടികളുടെ സമഗ്ര വികസന നേട്ടങ്ങൾ കൈവരിച്ചെന്ന് LDF അവകാശപ്പെടുമ്പോൾ വികസന മുരടിപ്പും ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കാൻ UDFും BJPയും തീവ്രമായി ശ്രമിക്കുന്നു. മുന്നണിയിലെ ആഭ്യന്തര തർക്കങ്ങളും പ്രതിപക്ഷ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനധികൃത പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പുമായി അധികൃതർ. പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്ന ഒരു ബോർഡ് പിടിച്ചെടുത്താൽ 5000 രൂപ പിഴയും എടുത്തുമാറ്റുന്നതിനുള്ള ചെലവും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തും. ഗ്രാമപഞ്ചായത്തിലെ ചെലവ് പരിധിയായ 25000 രൂപ 5 ബോർഡ് നീക്കം ചെയ്യുന്നതോടെ ലംഘിക്കപ്പെടുകയും വിജയിച്ചാൽ പോലും അയോഗ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഹൈക്കോടതി നിരീക്ഷണത്തെ തുടർന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു.